കേപ്പ് വെർദെ വീണ്ടും ഞെട്ടിച്ചു. ഗ്രൂപ്പിലെ വമ്പന്മാരായ സ്പെയിനും ഉറുഗ്വേയും ജയിക്കാൻ കഴിയാതെ മടങ്ങേണ്ടി വന്നു കേപ്പ് വെർദെയുടെ മുന്നിൽ. ആദ്യ മത്സരം അവർ സമനിലയ്ക്ക് വേണ്ടി കളിച്ചു, സ്പെയിനെ സമനിലയിൽ പൂട്ടി. രണ്ടാമത്തെ മത്സരം ഒന്ന് അടിച്ചപ്പോൾ അവർ ഡിഫെൻഡ് ചെയ്യാൻ കളിച്ചില്ല, അവർ ജയം ഉറപ്പിക്കാൻ വേണ്ടി തന്നെ കളിച്ചു. പിന്നെ 2-1 ബാക്കിലായപ്പോൾ വൺ കംബാക്കും നടത്തി. ഇപ്പോഴത്തെ ടീമും കിട്ടോ, ഡിഫൻസ് മാത്രമല്ല ഞങ്ങൾക്ക് അറ്റാക്കും അറിയാം ചെയ്യേണ്ട സമയത്ത് നിന്ന് അവർ തെളിയിച്ചു. നല്ല പെർഫോമൻസ്. അപ്പോൾ പണി കിട്ടിയത് ഉറുഗ്വേക്കും രക്ഷപ്പെട്ടത് അർജൻറ്റീനയുമാണ്. കാരണം ഉറുഗ്വേ ഡ്രോ ആയതുകൊണ്ട് തന്നെ സ്പെയിൻ 1-ാം സ്ഥാനക്കാരാകാനുള്ള സാധ്യത കൂടി. അങ്ങനെ ആകുമ്പോൾ റൗണ്ട് ഓഫ് 32 അർജൻറ്റീന കഴിച്ചിലാവും, സ്പെയിനെ കിട്ടില്ല. ഓക്കെ, പക്ഷേ 100% സേഫായി എന്ന് പറയാൻ പറ്റില്ല. ഉറുഗ്വേക്ക് ഇനി ഡു ഓർ ഡൈ. അടുത്ത മത്സരം സമനില ആയാൽ പോലും ചിലപ്പോൾ കയറൂല. അപ്പോൾ സ്പെയിനെ തോൽപ്പിച്ച് മുന്നേറാൻ തന്നെ അവർ ശ്രമിക്കും. അഥവാ സ്പെയിനെ തോൽപ്പിച്ചാൽ സ്പെയിൻ അർജൻറ്റീന കളി വരും. ഇനി അങ്ങനെ നടന്നിട്ടില്ലെങ്കിൽ തന്നെ ഇന്ന് ഓസ്ട്രിയയുമായിട്ട് അർജൻറ്റീന പരാജയപ്പെട്ടാലും സ്പെയിനും അർജൻറ്റീനയും കളി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതാൻ കേട്ടോ, പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല. നോക്കാം.